ഇച്ചിരി കൂടെ ബാക്കിയുള്ളൂ. ഇത്രയും ചെറിയൊരു ചില്ലും പാത്രം ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഈ പ്ലാസ്റ്റിക് പാത്രം ഇപ്പൊ എടുക്കുന്നത്. ആദ്യം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കേണ്ടത് എന്ന് കാണാം. എന്നിട്ട് ചില്ലും പാത്രം തന്റെ വീട്ടിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഡീടോക്സ് എന്നുള്ളൊരു വാക്ക് കാലത്ത് നമുക്ക് വളരെ സുപരിചിതമാണ്. അതിലുള്ള പ്രധാന ചേരുവകളാണ് നമ്മുടെ മല്ലിയിലയും പുതിനാലയും ഒക്കെ ആണല്ലോ. എന്തുകൊണ്ടാണ്? ഇഞ്ചിയും അതെ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്? കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന കുറച്ച് കൊഴുപ്പും അഴുക്കും ഒക്കെ ഇളക്കി കളയാനും വേണ്ടിയിട്ട് ശക്തവും കുറച്ച് പ്രോപ്പർട്ടീസ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ കൂടി അങ്ങോട്ട് അടിച്ചു കലക്കി അരച്ച് നമ്മുടെ വയറ്റിലേക്കാണോ ഇട്ട് കൊടുക്കുന്നത്, അല്ലെ പ്ലാസ്റ്റിക് ബോക്സിലേക്കാണോ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത് ഇവന്മാരിക്ക് അതൊരു പ്രശ്നമല്ലല്ലോ. ഇവര് ചെയ്യുന്ന ജോലി വയറ്റിലാണെങ്കിലും പ്ലാസ്റ്റിക് ബോക്സിലാണെങ്കിലും അവന്മാര് കൃത്യനിഷ്ഠതയോട് കൂടി തന്നെ അങ്ങോട്ട് നിർവഹിക്കും. അപ്പോൾ നമ്മുടെ വയറ്റിന്റെ അകത്ത് കിടന്ന് ചെയ്യുന്ന അതേ ജോലിയാണ് ഇവന്മാർ ഈ പ്ലാസ്റ്റിക് ബോക്സിന്റെ അകത്തും അങ്ങോട്ട് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായാലോ? അവിടെയാണ് വരുന്നത് പ്രശ്നം. ഞാൻ ഉപയോഗിക്കുന്നത് ടപ്പർവെയറും ആ ലെവലിലേക്കുള്ള ബോക്സസ് ആണ്. സാധാരണ ബോക്സ് ഞാൻ ഉപയോഗിക്കാറില്ല എന്ന് പറയാൻ വരട്ടെ. ടപ്പർവെയർ നല്ലൊരു ബ്രാൻഡാട്ടോ. ഇങ്ങനെ അല്ലാത്ത വിഭവങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഈ അഴുക്കും കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ കുറച്ച് ശക്തമാണ്. അത് ഇളക്കി കളയാൻ ഇവന്മാര് ബലവാന്മാരാണെങ്കിൽ കുറച്ചൊക്കെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു ചെറിയ രീതിയിലൊക്കെ അതും അങ്ങോട്ട് ഈ കെമിക്കൽ റിലീസ് സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാവാത്തതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ ഇത് റിയാലിറ്റി ഇതാണല്ലോ സംഭവിക്കുന്നത്. സോ ഇത് ഈ ഗ്രീൻ ചട്നിയിൽ മാത്രമല്ല, നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കി അത് സ്റ്റോർ ചെയ്യുമ്പോഴും, പിന്നെ നമ്മൾ ഇഞ്ചി മുളകും ഒക്കെ കൂടി നമ്മൾ അടുത്ത ദിവസമൊക്കെ എളുപ്പമാക്കാൻ ചിലപ്പോൾ അത് ചതച്ചൊക്കെ വെക്കാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് പുളി അധികമായി ചേർത്ത് ഉണ്ടാക്കുന്ന ഏതൊരു വിഭവവും, തക്കാളി, നാരങ്ങ, വിനീഗർ, പുളികൾ, രസം, പിന്നെ സാമ്പാറിലേക്ക് ചേർത്തതിന് ശേഷം എക്സ്ട്രാ വന്ന പുളി എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഈ ചൈനീസ് ഡിഷിൽ ചേർക്കുന്നത് പോലെ ഈ ഉണക്കമുളക് കുതിർത്തി അങ്ങോട്ട് അരച്ച് വെക്കുന്ന ചില സോസസ് ഉണ്ട്. ഈ വക ചേരുവകൾ കൂടുതലായി ചേർത്ത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അങ്ങനത്തെ പാത്രങ്ങൾ ഒരു ടിഫിൻ ബോക്സിന്റെ രൂപത്തിൽ തന്നെ അങ്ങോട്ട് വേണം എന്നുണ്ടോ? ഇങ്ങോട്ട് വരും. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലെന്ന് അങ്ങോട്ട് തീർത്ത് പറയാൻ വരട്ടെ. കണ്ടോ, ആ ഷോക്കേസിൽ കയറ്റി വെച്ചിട്ടുള്ള ആ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, കപ്സ് ഒക്കെ, അതൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യൂ. ഇനി ഇങ്ങനത്തെ ഈ ചെറിയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നെഗറ്റീവ് സൈഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ തന്നെ ഉണ്ട്, അവിടെ കാണാം. ദിസ് ഇസ് ഗോഡ്സേ സൈനിങ് ഓഫ്.